ഇവിടെ കൂടിയിരിക്കുന്ന ശ്രീധര തവ പാദാംബുജം മമ ബാധ കൂടാതെ സേവിച്ചു കൊള്ളുവാൻ ബോധവിഗ്രഹ കാത്തുകൊള്ളേണമേ രാമരാഘവ പാഹി മാം ശ്രീധര തവ പാദാംബുജം മമ ബാധ കൂടാതെ സേവിച്ചു കൊള്ളുവാൻ ബോധവിഗ്രഹ കാത്തുകൊള്ളേണമേ രാമരാഘവ പാഹി മാം നമ്മുടെ ചെയർമാൻ അതില്ലെങ്കിൽ എനിക്ക് സാധിക്കും തോന്നുന്നില്ല. എങ്കിലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ മാത്രം ഉപയോഗിച്ചാൽ ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട്, ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ള ഒരു പ്രചരണം എത്തേണ്ട ചെവികളിൽ എത്തിച്ചാൽ നീളേണ്ട കരങ്ങൾ നീളുക തന്നെ ചെയ്യും. അതാണ് അതിന്റെ നമുക്കൊക്കെ ചെയ്യാനുള്ളത്. രാമായണത്തിൽ അണ്ണാറക്കണ്ണനും തന്നാലി ആയതെന്നുപോലെ ഈ മഹത് പ്രസ്ഥാനം ഇത് ലോകത്തിന് വെളിച്ചമേകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറേണ്ട ഒരു ഭൂമിയാണിത്. നോക്കൂ ചുറ്റും ഇങ്ങനെയൊരു പ്രകൃതി ദൃശ്യം. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഇങ്ങനെയൊരു പ്രകൃതി ദൃശ്യം, ചുറ്റാനും മരങ്ങൾ, അതുപോലെ തന്നെ ലതാദികൾ, എത്രയോ ജീവജാലങ്ങൾ, അതിന്റെ മുകളിൽ പക്ഷികൾ, ഇതെല്ലാം നമ്മുടെ ഈ കർമ്മം കേട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഷകൾ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരും നമ്മളെപ്പോലെ ഈ ഒരു കർമ്മത്തിന്, ശിലാസ്ഥാപനം നടത്തിയ കർമ്മത്തിന് ഇതിന്റെ സംഘാടകരെ അശോകനെയും അതുപോലെ തന്നെ പരമേശ്വരൻ ബക്കീലിനെ ഉൾപ്പെടെ വിനായകഗിരി സ്വാമിജിയുടെയും അതുപോലെ തന്നെ മാവേലിക്കരയിൽ നിന്നെത്തി ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ നടത്തുന്ന സത്സ്വരൂപാനന്ദ സ്വാമികളെയും എന്റെ മുന്നിലിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരെയും ഈ കർമ്മത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും ഡിബേറ്റുകൾ, ചാനൽ ചർച്ചയിൽ മുഴുകുമ്പോൾ, പ്രസംഗങ്ങൾ ഘോരമായി വരുമ്പോൾ അത് കേൾക്കാൻ നിൽക്കാതെ, സീരിയലുകൾ കാണാൻ നിൽക്കാതെ ഈ ധന്യമായ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവും. ഈ ചരാചര ജീവജാലങ്ങൾ അവർ നിങ്ങൾക്ക് വേണ്ടി പുണ്യങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ടാകും. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. നമ്മുടെ കണ്ണിനും കാതിനും മൂക്കിനും അതുപോലെ തന്നെ തൊലിക്കും ഒന്നും തന്നെ ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞു സന്യാസി ശ്രേഷ്ഠന്മാരെയും ഋഷീശ്വരന്മാരുടെയും കർമ്മങ്ങൾ കൊണ്ടും ശ്രമങ്ങൾ കൊണ്ടും പുണ്യമായതാണ് ഭാരതഭൂമി. ഋഷീശ്വരന്മാരുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കാതെ പോയി. ഒരിക്കൽ നമ്മുടെ പി പരമേശ്വരൻ ജിയോട് ഒരു പ്രഭാഷണത്തിനിടക്ക് നമുക്ക് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് ഋഷീശ്വരന്മാരാണ്. ആ ഋഷീശ്വരന്മാർ സന്യാസി ശ്രേഷ്ഠന്മാരാണ് സനാതന ധർമ്മത്തിന്റെ ആധാരശിലകൾ. ഇന്ന് ആ കാഷായ വസ്ത്രത്തെ മിസ്യൂസ് ചെയ്യുകയാണ്. ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിലും ഒക്കെ തന്നെ ഒരുപാട് ആൾക്കാർ കാഷായ വസ്ത്രധാരികളായിട്ട് ഉദരപോഷണത്തിന് വേണ്ടിയിട്ട് ജീവിതം ചെലവഴിക്കുന്നത് അതിന് മങ്ങലേൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ സന്യാസി ശ്രേഷ്ഠന്മാരുടെ അവർക്ക് പരാതിയില്ല. നിങ്ങൾ ആലോചിച്ചത് യൂണിഫോമാണ്. പല ആൾക്കാരും കാവി മുണ്ടൊക്കെ ധരിക്കാറുണ്ട്. പാടില്ല. പോലീസുകാരന്റെ ഡ്രസ്സ് എടുത്ത് നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ പോലീസുകാരന്റെ ഡ്രസ്സ് എടുത്ത് പോയി വിവരം അറിയും. ആരെങ്കിലും പോലീസുകാരന്റെ യൂണിഫോം വെച്ചാൽ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് പരാതിയില്ല. സന്യാസി ശ്രേഷ്ഠന്മാരുടെ കാവ്യ വസ്ത്രം എന്ന് പറയുന്നത് അതൊരു ഐഡന്റിറ്റിയാണ്. ആ ഐഡന്റിറ്റി നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കാഷായ വസ്ത്രം എടുത്തിട്ട് ചുണ്ടിന്റെ എരിയുന്ന സാധനങ്ങളും അതുപോലെ തന്നെ ബീവറേജിന്റെ മുന്നിലൊക്കെ നിൽക്കുമ്പോൾ കാവ്യ മുണ്ടെടുത്തിട്ട് നിൽക്കുകയാണ്. ആലോചിച്ചു നോക്കൂ, അപമാനിക്കുകയാണ്. അപ്പോൾ അത് ആ ഡ്രസ്സ് കാവി അതിന് വലിയൊരു മഹത്വമുണ്ട്, അതിനൊരു ധന്യതയുണ്ട്. അത് ധരിക്കുന്ന ആൾക്കാർക്ക് അതിനേക്കാളേറെ ധന്യതയുണ്ട്. അത് മനസ്സിലാക്കി അതിന് വേണ്ട രീതിയിൽ പരിപാലിക്കാൻ സജ്ജനങ്ങളായ നമ്മൾ സഹകരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും വിനായകഗിരി സ്വാമിയെ പോലുള്ള ആൾക്കാർ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അത് നാടിന്റെ നന്മക്കാണ്. അത്തരം പ്രോത്സാഹനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അറിയാത്ത മൂല്യത്താൽ ഈ നാട് ശോഭിക്കും. ഈ നാടിന്റെ പേര് തന്നെ ഭാരതം എന്നാണ്, പ്രകാശം പരത്തുന്ന എന്നാണ്. അത് ആത്മീയ പ്രകാശം പരത്തുന്നതാണ്, അത് സമ്പത്തിന്റെ പ്രകാശം പരത്തുന്നതാണ്, അത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ പ്രവർത്തനം പരത്തുന്നതാണ്, അത് വിദ്യയുടെ പ്രവർത്തനം പരത്താണ്. അങ്ങനെ ഒത്തിരി പ്രകാശം പരത്തുന്ന ഈ ഭാരതഭൂമി മറ്റൊരു പ്രകാശം പരത്തുന്ന കേന്ദ്രമായിട്ട്
സുദർശന സാധു സേവാ കേന്ദ്രം മാറട്ടെ. ഈ സുദർശന ദർശനത്തിൽ പോലും സൗന്ദര്യമുള്ള, ദർശിക്കുന്ന ആൾക്കാർക്ക് പോലും സുഖം പ്രദാനം ചെയ്യുന്ന സുദർശന സേവാ കേന്ദ്രം 1000 സന്യാസി ശ്രേഷ്ഠന്മാർക്ക് തങ്ങളുടെ കർമ്മജീവിതത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ സുദർശന സേവാ കേന്ദ്രം ഉണ്ട് എന്നുള്ള ഒരു അറിവ്, ഒരു വിജ്ഞാനം അവർക്ക് കൂടുതൽ പ്രേരണ നൽകും ഇതുപോലെ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിലും ആ സന്യാസി ശ്രേഷ്ഠന്മാരെ പോലെ ഞങ്ങൾക്കും ആ ജീവിതം കൈവരിക്കാൻ കഴിയണമെന്ന് അവരും ആഗ്രഹിക്കും. ആലോചിച്ചു നോക്കൂ, ഒരു കുട്ടി ജനിച്ച് ഡോക്ടറാകണം, ബിസിനസ്സുകാരനാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. എന്താണ് കുട്ടി ജനിച്ചിട്ട് ഒരു സന്യാസിയാകണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കും? ഇല്ല. ശങ്കരാചാര്യരുടെ അമ്മ പോലും ആഗ്രഹിച്ചിട്ടില്ല. രോഗം വന്ന് തുഴയുന്ന കാലഘട്ടത്തിൽ പോലും വേദന കൊണ്ട് പൊളയുമ്പോൾ രമണ മഹർഷിയായാലും ക്യാൻസർ ബാധിച്ച സമയത്ത് അദ്ദേഹം തന്റെ ശരീരത്തിന് വേദന വന്നപ്പോഴും, വിവേകാനന്ദ സ്വാമികൾ പ്രമേഹ രോഗം ബാധിച്ച് ബുദ്ധിമുട്ടിയപ്പോഴും, ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് രോഗം വന്ന് ബുദ്ധിമുട്ടിയപ്പോഴും, ശങ്കരാചാര്യർക്ക് രോഗം വന്ന് ബുദ്ധിമുട്ടിയപ്പോഴും അവരൊക്കെ ശരീരത്തിനെ മാറ്റി നിർത്തി, ആത്മാവിനെ ആ ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ആ വേദനയെ അവഗണിച്ച് അതിനെ വേദനയ്ക്ക് മേൽ ചിന്തിച്ചവരാണ്. ശരീരത്തിന്റെ വേദന അവർക്ക് ഉൾക്കൊണ്ടില്ല. അവർ അതിനെ അതിജീവിച്ച് മുന്നേറി രമണ മഹർഷിയും വിവേകാനന്ദ സ്വാമി ശങ്കരാചാര്യരും. എന്നാൽ ആ രീതിയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ ഈ സുദർശന സാധു സേവാ കേന്ദ്രത്തിന് സാധിക്കട്ടെ. സന്യാസി ശ്രേഷ്ഠന്മാർക്ക് അതൊരു പ്രചോദനമാകട്ടെ. ആ പ്രചോദനത്തിൽ വേദനയെ അതിജീവിക്കുന്ന അവരുടെ മാന്ത്രിക വിദ്യ സാധാരണ ജനങ്ങളിലൂടെ പകർന്നൊഴുകട്ടെ. ഏതൊരു പ്രയാസം വന്നു കഴിഞ്ഞാലും അതിനെ അതിജീവിക്കാൻ പ്രയാസങ്ങൾ സാധാരണ മനുഷ്യ ജീവിതം തന്നെ കിട്ടുന്നത് പകുതി പുണ്യവും പകുതി പാപവും ചേർന്നിട്ടുള്ള ഒരു റിസൾട്ട് ആയിട്ടാണ്. അപ്പൊ പകുതി പുണ്യത്തിന്റെ പാപഫലം സുഖമായിട്ടും വരും, പാപത്തിന്റെ പാപഫലം വേദനയായിട്ടും വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രണ്ടിനെയും നമ്മൾ ഒരുപോലെ കാണണം. ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ എല്ലാത്തിനെയും നമ്മൾ ഒരു പരിധി വരെ കവിഞ്ഞ് ആഹ്ലാദിക്കാനും പാടില്ല, ഒരു പരിധി കഴിഞ്ഞ് ദുഃഖിക്കാനും പാടില്ല. ആ ലെവലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഉപദേശം ആവശ്യമാണ്. പണ്ട് കാലഘട്ടത്തിൽ മഴൂരിനെ സംബന്ധിച്ചോളം പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ഒരു കെട്ടിടം വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മഴൂരിൻ്റെ ആൾക്കാർ തന്നെ ജാതിമത ഭേദമില്ലാതെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു കെട്ടിടം വരുമ്പോൾ അതിലെല്ലാവരുടെ സഹകരണം ഉണ്ടാകുമെന്നാണ് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ നമുക്കറിയാം, ഈ ഒരു തറക്കല്ല് ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണി എത്രയും വേഗം പൂർത്തീകരിച്ച് ഇതിൻ്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രമാണ് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇവരോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്വാമിമാർക്ക് ആശ്രയമില്ലാത്ത ആൾക്കാർക്ക് അവർക്കൊരു അഭയ കേന്ദ്രം കൂടിയായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്കതിന് ഒരു മനസ്സ് വേണം. അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം അത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് നടത്താൻ വേണ്ടി പറ്റട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അതുപോലെ മെമ്പർ റീജ മാഡം, എൻ്റെ മുന്നിലിരിക്കുന്ന സഹപ്രവർത്തകരെ, നാട്ടുകാരെ, മാനവസേവ മാധവസേവ എന്നാണ് നമ്മൾ പറയാറ്. ഇപ്പം മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ സേവിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും തുല്യമായി ആണ് നമ്മളൊക്കെ കണക്കൂട്ടുന്നത്. നമുക്കറിയാം, നമ്മൾക്ക് മനസ്സിനും ശരീരത്തിനും അസുഖം ഉണ്ടാകാം. അപ്പോൾ മനസ്സിന് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിന് നന്മ ലഭിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കെട്ടിടം വരികയും ഒരു സാധു സേവാ കേന്ദ്രം നിർമ്മിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ഈ പറയുന്ന എൻ്റെ നാടിനടുത്തുള്ള മഴൂര് തന്നെ ആയതിൽ നമ്മൾക്ക് വലിയ അഭിമാനമുണ്ട്. എന്തായാലും BLMന്റെ ചെയർമാനെ പറ്റി നേരത്തെ പറഞ്ഞു, അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ താല്പര്യപ്പെടുന്ന ആളും സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് BLMന് ഈ ഒരു കാര്യത്തിലേക്ക് BLM ഇവിടെ വന്നതും നമ്മളൊക്കെ ഇവിടെ ക്ഷണിതമായി ഇവിടത്തേക്ക് വരാൻ വേണ്ടി സാധിച്ചതും അങ്ങനെയാണ്. അപ്പം നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും നമ്മളാലാകുന്ന രീതിയിലേക്കുള്ള ഒരു സഹായം ചെയ്യാം. പല കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മളറിയാം, ആശ്രിതരും അശരണരായ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നും മുന്നോട്ട് വരണം. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾക്ക് ഈ നാടും നമ്മളുടെ പ്രദേശങ്ങളിലും അതുപോലെ എല്ലാ സംഘടനകളും ജാതി രാഷ്ട്രീയ ഭേദമന്യുള്ള എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ ഒരു സാധു സേവാ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയിട്ട് സഹകരിക്കണം. അത് എൻ്റെ ഭാഗത്തു നിന്നും
എൻ്റെ സഹപ്രവർത്തന ഭാഗത്തു നിന്നും അത്തരം സഹായങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കൂടുതലൊന്നും പറയുന്നില്ല. ഇതിനെല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ശരി. ഇരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, ഈ ചടങ്ങിൽ എല്ലാവർക്കും പോകാൻ തിരക്കായി എന്നറിയാം. നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ചുമതല. അപ്പോൾ ഇത്തരം ഈ സംരംഭത്തെക്കുറിച്ചെല്ലാം വളരെ നന്നായി എല്ലാവരും വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യമായി നന്ദി രേഖപ്പെടുത്തേണ്ടത് ഒരു 4 വർഷം മുന്നേ, 3-4 വർഷം മുന്നേ തൃച്ചംബരത്താണിപ്പോൾ ഈ സുദർശന സേവാകേന്ദ്രം നടന്നു വരുന്നത്. ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ ഏതെങ്കിലും ഒരു അഭയസ്ഥാനം വേണമെന്ന് ആലോചിക്കുമ്പോൾ ഒരു ചോർന്നൊലിക്കുന്ന വീട് അതെങ്ങനെ നന്നാക്കി എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് വിനായകരി സ്വാമി വളരെ ആകുലതപ്പെട്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ആൾക്കാർ ആരാണെന്ന് പോലും അറിയാതെ മോശമല്ലാത്ത ഒരു തുക ഈ സ്ഥാപനത്തിന് വേണ്ടി നൽകി ഈ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആദ്യ പടി എന്ന ഒരു ചവിട്ട് നടത്തിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമുണ്ട്. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അങ്ങോട്ടേക്ക് നടന്നു പോയി എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മുകേഷ് നല്ലാംതോട്ടത്തിൽ എന്നാണ്.